സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി.ജെ.പിയെയും വീണ്ടും വിറപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. വോട്ട് കൊള്ളയുടെ പുതിയ തെളിവുകളുമായി രാഹുൽ രംഗത്ത് വന്നിരിക്കുകയാണ്. വ്യാജ ലോഗിൻ ഉപയോഗിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നാണ് രാഹുൽ തെളിവ് സഹിതം ആരോപിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ മാത്രമല്ല, ജീവനുള്ള തെളിവുകൾ തന്നെ രാഹുൽ പുറത്തുവിട്ടു, അല്ലെങ്കിൽ ഹാജരാക്കി. നമുക്കറിയാം, രാഹുൽ നേരത്തെ കൊണ്ടുവന്ന വോട്ടുകൊള്ള ആരോപണം രാജ്യത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. ബീഹാറിലെ രാഹുലിന്റെ യാത്രയിൽ ആ ആരോപണം വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു. ഹിന്ദി ഹൃദയ മേഖലയിലാകെ രാഹുലിന്റെ വോട്ട് ചോരി ആരോപണം വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുകയും ചെയ്തു. ഒപ്പം മോദിയുടെയും NDA സർക്കാരിന്റെയും പ്രതിച്ഛായയെ അത് ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വോട്ട് കൊള്ള ആരോപണം ഉറപ്പിക്കുന്ന പുതിയ തെളിവുകളുമായി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം രാജ്യത്തെ കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്നതാണ് എന്ന് തന്നെ പറയാം. ഇത് ആ ഹൈഡ്രജൻ ബോംബ് അല്ല എന്ന് രാഹുൽ പറഞ്ഞു. അതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്നും അത് ഉടനെ വരുമെന്നും രാഹുൽ പറയുകയും ചെയ്തു. അതായത് വലിയൊരു ആരോപണം പിറകെ വരുന്നുണ്ട്, ഇതൊരു ടീസർ മാത്രമാണ്. എന്നാൽ നേരത്തെ വന്ന ആരോപണത്തിന് എന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനായി വോട്ട് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. എന്നാൽ പിന്നെ എങ്ങനെ രാഹുൽ പുറത്തുവിട്ട തെളിവുകൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിന് കമ്മീഷന് വ്യക്തതയില്ല. എക്സിലൂടെ ഒരു പ്രതികരണം മാത്രമാണ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മുന്നോട്ട് വെച്ച പുതിയ ആരോപണങ്ങൾ വ്യക്തമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ദുർബലമാകുന്നത് എന്തുകൊണ്ടാണെന്നും പരിശോധിക്കാം. It was done targeting Congress voters. So this was not random. We will show you again that these deletions were specifically targeting booths where the Congress party was winning. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ ആസൂത്രിതമായി നീക്കിയെന്നാണ് രാഹുലിന്റെ പ്രധാന ആരോപണം. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന 6018 വോട്ടർമാരെയാണ് ആസൂത്രിതമായി നീക്കിയത്. സൂര്യകാന്ത് എന്നയാളുടെ ID ഉപയോഗിച്ചുണ്ടാക്കിയ ലോഗിൻ വഴി വെറും 14 മിനിറ്റ് കൊണ്ട് നീക്കിയത് 12 വോട്ടുകളാണ്. എന്നാൽ സൂര്യകാന്തിന് ഇക്കാര്യം അറിയുക പോലുമില്ല. സൂര്യകാന്തിനെയും അദ്ദേഹത്തിന്റെ ID ഉപയോഗിച്ച് വോട്ട് നീക്കം ചെയ്യപ്പെട്ടവരെയും രാഹുൽ ഗാന്ധി വേദിയിൽ എത്തിച്ചാണ് ഈ ആരോപണം ഉന്നയിച്ചത്. Babita Chaudhary is one of the votes that he is supposed to have deleted. He is supposed to have deleted. This is the gentleman, ये इनका वोट डिलीट किया जा रहा था, ये कर रहे थे. इनसे आप पूछिए, बताइए. That's our candidate. हाँ, कन्नड़ा में बोलिए. मेरे नाम पे 12 लोगों का नाम डिलीट किया गया है. हालांकि मुझे मालूम नहीं, मैं कभी किसी को मैसेज भेजा भी नहीं, मैं बुलाया भी नहीं. ये बबीता आके पूछने से पता चला कि मैंने मेरे फोन से ऐसा मैसेज किया, लेकिन असल में मैंने किसी को भी मैसेज नहीं किया. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ജീവനുള്ള തെളിവുകൾ. അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കുന്നവരോ ഒന്നും അറിയുന്നില്ല. ഇത്തരത്തിൽ ഗോദാഭായി എന്ന 63കാരിയുടെ ID-യിൽ നിന്ന് 12 പേരെയാണ് നീക്കിയത്. അവരുടെ സംഭാഷണം അടക്കം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു. നാഗരാജ് എന്നയാളുടെ പേരിലുള്ള ID-യിൽ നിന്ന് 36 സെക്കൻഡ് കൊണ്ട് 2 അപേക്ഷ സമർപ്പിച്ചു. മനുഷ്യ സാധ്യമല്ലാത്ത കാര്യമെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി, അതും പുലർച്ചെ 4:07. 2 applications filed and submitted in 36 seconds. Please try and fill these forms and see how long it takes you. Try and fill. And I ask the youth of India, try it. Try and fill the form, 2 forms in 36 seconds. You'll see the answer to this question. Notice also what time this gentleman fills the form. For some reason he gets up at 4:07 in the morning and suddenly fills 2 forms in 38 seconds. അതായത് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ വോട്ട് കൊള്ളയ്ക്കായി പ്രവർത്തിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് നീക്കാനുള്ള അപേക്ഷകനായി കാണിക്കുന്നത് ഓരോ ബൂത്തിലെയും ആദ്യത്തെ വോട്ടറുടെ പേരാണ്. അതായത് ഏതൊക്കെ ബൂത്തുകളിൽ നിന്ന് വോട്ടർമാരെ നീക്കിയിട്ടുണ്ടോ ആ ബൂത്തുകളിലെല്ലാം ആദ്യ ആളെയാണ് അപേക്ഷകനായി കാണിക്കുന്നത്. ഇതിൽ നിന്ന് ഈ രീതിയിലുള്ള വോട്ടുകൊള്ള കേന്ദ്രീകൃതമായി കോൾ സെന്ററോ മറ്റോ ഉപയോഗിച്ച്, അതും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്ന് വ്യക്തമാകുന്നതായി രാഹുൽ പറയുന്നു. പ്രധാനമായും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ദളിതർ, ഗോത്ര വിഭാഗക്കാർ, പിന്നോക്കക്കാർ, മുസ്ലിങ്ങൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഈ വോട്ട് നീക്കൽ നടക്കുന്നത്.
ഈ ക്രമക്കേട് കണ്ടെത്തിയ വഴിയും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട്. വളരെ യാദൃച്ഛികമായി ഒരു കർണാടകയിലെ വനിതാ ബൂത്ത് ലെവൽ ഓഫീസർക്ക് തോന്നിയ സംശയമാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ രാഹുലിനെയും കൂട്ടരെയും സഹായിച്ചത്. തൻ്റെ അമ്മാവൻ്റെ വോട്ട് നീക്കിയത് വനിതാ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആരാണ് തൻ്റെ അമ്മാവൻ്റെ വോട്ട് നീക്കിയതെന്ന് അവർ പരിശോധിച്ചു. സ്വന്തം അയൽക്കാരൻ്റെ പേരിലുള്ള ലോഗിനിൽ നിന്നാണ് അത് ചെയ്തതെന്ന് അവർ കണ്ടെത്തി. അയൽക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ക്രമക്കേടിൽ അന്വേഷണം തുടങ്ങിയത്. വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് കർണാടകത്തിന് പുറത്തു നിന്നുള്ള കോൾ സെന്ററുകൾ വഴിയാണ് ഈ വോട്ടുകൾ ഒഴിവാക്കുന്നത്. കർണാടകയിൽ വോട്ടുകൾ ഒഴിവാക്കിയെങ്കിൽ മഹാരാഷ്ട്രയിൽ തീർത്തും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. രജൂര മണ്ഡലത്തിൽ ഇത്തരത്തിൽ 6850 വോട്ടുകൾ ചേർത്തു എന്നാണ് രാഹുലിന്റെയും ടീമിന്റെയും കണ്ടെത്തൽ. ഹരിയാനയിലും UP-യിലും വോട്ടുകൊള്ള നടന്നെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ഇതിൽ 101% തെളിവുണ്ടെന്നാണ് രാഹുൽ പറയുന്നത്. അതായത് പുറത്തുവിട്ട കാര്യങ്ങൾക്കെല്ലാം 101% തെളിവുണ്ടെന്ന് രാഹുൽ അവകാശപ്പെടുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. വോട്ടുകൊള്ള നടത്തുന്നവരെ സഹായിക്കുകയാണ് ജ്ഞാനേഷ് കുമാറും കൂട്ടരും ചെയ്യുന്നത്. അലന്തിലെ വോട്ടുകൊള്ളയിൽ അന്വേഷണത്തിന് വേണ്ടി മുഴുവൻ വിവരങ്ങളും നൽകാൻ കർണാടക CID 18 കത്തുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒന്നിനും മറുപടി കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ വോട്ടുകൊള്ളയിൽ കമ്മീഷന്റെ നിലപാട് ദുരൂഹമാണെന്ന് ആരോപിക്കുകയാണ് രാഹുൽ ഗാന്ധി. ജ്ഞാനേഷ് കുമാർ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതേസമയം വ്യക്തികളെ നേരിട്ട് കേൾക്കാതെ ഓൺലൈനായി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ട് ഒഴിവാക്കാനാകില്ല എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഓൺലൈനായി വോട്ട് ഒഴിവാക്കുന്നതിനുള്ള സാധ്യതയില്ല. വോട്ടറിനെ കേൾക്കാതെ വോട്ട് ഒഴിവാക്കുന്ന നടപടി പൂർത്തീകരിക്കാനുമാകില്ല എന്നാണ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് ചില ക്രമക്കേടുകൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ല എന്നും കൃത്യമായി അതിനെ തടഞ്ഞുവെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് എന്നുമാണ് കമ്മീഷൻ പറയുന്നത്. ആ കേസിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. അതായത് CIDയുടെ ഒരു കേസ്, കർണാടക CIDയുടെ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് CID ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് കമ്മീഷൻ മിണ്ടുന്നില്ല. എന്തായാലും Xലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രതികരണം വന്നിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അപ്പോഴും രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തുവിട്ട തെളിവുകളെക്കുറിച്ച് കമ്മീഷൻ മിണ്ടുന്നില്ല. മാത്രമല്ല കർണാടക CIDക്ക് 18 കത്തയച്ചിട്ടും CID 18 കത്തയച്ചിട്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാത്തത് എന്തുകൊണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇക്കാര്യത്തിലുള്ള മറുപടിയും തൃപ്തികരമല്ലാത്ത സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ആദ്യം ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിന് മറുപടിയുമായി എത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകെ പൊളിഞ്ഞുപോയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത് എന്തെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് അമ്മ പെങ്ങന്മാരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാണോ രാഹുൽ ഗാന്ധി പറയുന്നത് എന്ന ജ്ഞാനേഷ് കുമാറിന്റെ മറുപടി വലിയ വിമർശനമാണ് അത് വിളിച്ചു വരുത്തിയത്. സത്യത്തിൽ അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണത്തിനും കൃത്യമായ മറുപടി നൽകാൻ ജ്ഞാനേഷ് കുമാറിന് കഴിഞ്ഞിരുന്നില്ല. കമ്മീഷനെ രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നു, രാഹുൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു തുടങ്ങിയ ഒഴുക്കൻ മറുപടികൾ, സാധാരണയുള്ള ഈ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മറുപടികൾ മാത്രമാണ് അന്ന് ജ്ഞാനേഷ് കുമാർ നൽകിയത്. അമിത്ഷായുടെ അടുത്ത ആളായി അറിയപ്പെടുന്ന ജ്ഞാനേഷ് കുമാറിന്റെ മറുപടികൾ സത്യത്തിൽ കമ്മീഷന്റെ കള്ളി വെളിച്ചത്താക്കുന്നതായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്നതായിരുന്നു ജ്ഞാനേഷ് കുമാറിന്റെ ദുർബലമായ മറുപടികൾ. ജ്ഞാനേഷിനെതിരെ ഇംപീച്ച്മെന്റ് നീക്കത്തിന് അടക്കം പ്രതിപക്ഷം നീക്കം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദുർബലമായ ഒരു അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വീണ്ടും ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയാണ്. അതോടെ കമ്മീഷൻ വീണ്ടും വെട്ടിലാകുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന് തന്നെ പറയാം. മാത്രമല്ല ഹൈഡ്രജൻ ബോംബ്, അതായത് ഇതിലും വലിയ ആരോപണം വരാനിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം BJP, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധത്തിലാണ്. രാഹുൽ ഗാന്ധിക്ക് കോടതിയെ സമീപിച്ചാൽ എന്ത് എന്നുള്ള കാര്യമാണ് BJP ചോദിക്കുന്നത്. ഇത് BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം തെറ്റായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണെന്നും BJP ജാമ്യമെടുക്കുന്നു. അതായത് തെറ്റായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ഒപ്പം എന്തുകൊണ്ട് ഇത്രയൊക്കെ വലിയ ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടും കോടതിയെ സമീപിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ ആരോപണത്തിന് BJP ജാമ്യമെടുക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? രാഹുൽ ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കമ്മീഷന്റെ വാദം ശരിയാണോ? അഭിപ്രായം രേഖപ്പെടുത്തുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത്
വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. ലിങ്കുകൾ കമൻറ്റ് ബോക്സിലുണ്ട്. നന്ദി, നമസ്കാരം.